ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആവേശം വലിയ രീതിയിൽ ഉൾക്കൊള്ളുന്ന അതിനെ ഉത്സവമാക്കി മാറ്റുന്ന നാടാണ് കണ്ണൂർ. കണ്ണൂരിനെ ഇത്തവണ ഈ ലോകകപ്പ് ആവേശമാക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒരു കണ്ണൂർക്കാരൻ ഇത്തവണ ലോകകപ്പിൽ ബൂട്ടണിയുന്നു ഖത്തർ ടീമിന് വേണ്ടി. ആ താരത്തിൻ്റെ ആ സന്തോഷത്തിൻ്റെ കൂടെയാണ് നമ്മളുള്ളത്. തഹസിൻ്റെ വീട്ടുകാർക്കൊപ്പമാണ് നമ്മളുള്ളത്. കണ്ണൂരിലെ വലിയ സന്തോഷം തരുന്നൊരു വാർത്തയാണല്ലേ? സന്തോഷം തരുന്നൊരു വാർത്തയാണ്. വളരെയധികം സന്തോഷിക്കുന്നുണ്ട് കുടുംബാദികളെല്ലാവരും. എൻ്റെ ഇഷ്ടതാരങ്ങൾ മെസ്സി, റൊണാൾഡോ അവരെ കൂടെയൊക്കെ കളിക്കുക എന്നൊരു വല്ലാത്തൊരു എനർജറ്റിക് ആണല്ലോ. സാധാരണ നമ്മുടെ ഇവിടെ നെയ്മറുടെ ഫ്ലെക്സ് ഉണ്ടാവും, മെസ്സിയുടെ ഉണ്ടാവും അല്ലേ? അങ്ങനെയൊക്കെയാണ് ഇത്തവണ നമ്മുടെ നാട്ടുകാരുടെ ഒരു ഫ്ലെക്സ് എന്തായാലും ഉണ്ടാവും. അതെ അതെ, എന്തായാലും ഉണ്ടാവും. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നിൽക്കുന്നത് വളപട്ടണം കൂടി ആയതുകൊണ്ട് ഫുട്ബോളിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ട ടീമുകൾ ഉണ്ടാവും, ഇഷ്ട താരങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒരു താരം കൂടി, ഒരു ടീം കൂടി വരികയാണ്. അപ്പോൾ അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം മാനസികമായിട്ട് ഉണ്ടാകും? ഇല്ലല്ലേ, ഏതായാലും ചെറിയൊരു സപ്പോർട്ട് അങ്ങോട്ടും പോകും. നമ്മളെ ആൾക്കാർ തന്നെയല്ല, നമ്മളെ ചെക്കൻ തന്നെയല്ല കളിക്കുന്നത്. കുറേ ടീമുകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഖത്തർ വരാനുള്ള ഒരു കാരണമായിട്ട് തഹസിൻ മാറുകയാണ്. അങ്ങനെ വിചാരിക്കാം. നമ്മളെല്ലാം വളരെ സന്തോഷത്തിലാണ്, വളരെ അനുഗ്രഹമായിട്ട് കാണുന്നു. അവൻ ചെറുപ്പം മുതൽ ഭയങ്കര ഫുട്ബോളിന് വേണ്ടിയിട്ട് അവൻ്റേതായ എഫേർട്ടും ഹാർഡ് വർക്കും ചെയ്ത ഒരു മനുഷ്യനായിരുന്നു. അവൻ വളരെ ചെറുപ്പം മുതൽ ഫുട്ബോളായിട്ടായിരുന്നു എല്ലാം. അവനിക്ക് എന്ത് പറഞ്ഞാലും ഫസ്റ്റ് ഫുട്ബോളാണ്. നിങ്ങളൊക്കെ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണോ? വളരെ ഇഷ്ടമാണ്. ഏതാ ഇഷ്ടപ്പെട്ട ടീം ഏതായിരുന്നു ഇതുവരെ? അർജന്റീന. ഇത്തവണ മാറുമോ? ഇത്തവണ മാറും. ഖത്തറിന് വേണ്ടിയാണ്. അല്ലാതെ എന്തായാലും ദുവ ഫുള്ളും തഹസിനായിരിക്കും. വിജയിക്കട്ടെ, നല്ലോണം ഗോൾ അടിക്കട്ടെ, നല്ലോണം പെർഫോം ചെയ്യട്ടെ. കഴിഞ്ഞിട്ടില്ല. ആ തഹസിൻ വളരെ ചെറുപ്പത്തിൽ ഇവിടെയുള്ള മുതിർന്ന ആളുകൾക്കൊപ്പം പന്ത് തട്ടിയ ഒരു ഗ്രൗണ്ട് കൂടി ഈ വീടിനടുത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹോം ഗ്രൗണ്ട് തന്നെ പറയാൻ പറ്റും. തങ്ങളവയലാണെന്ന പ്രദേശമാണിത്. വളരെയധികം സന്തോഷമുണ്ട്. ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ അയൽവക്കക്കാരനാണെന്നുള്ളതിൽ വളരെയധികം അഭിമാനം കൊള്ളുകയാണ്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഈ ഒരു അവസരത്തിൽ നമുക്ക് ഓർമ്മിക്കാൻ പറ്റുകയാണ്. മലയാളികൾ ഒരുപാട് മേഖലകളിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും വേൾഡ് കപ്പ് മലയാളി കളിക്കുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ആ ഒരു ഇത് തഹസീൻ നികത്തിയിരിക്കുകയാണ്. അതിൽ വളരെയധികം സന്തോഷിക്കുന്നു. തഹസിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കൗതുകകരമായ ഒരു കാര്യം പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വിവാഹത്തിൻ്റെ ദിവസം അദ്ദേഹത്തിന് പെട്ടെന്ന് കാണാതായി. അതെ വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോൾ തഹസിനെ പരിധിയിൽ കാണുന്നുണ്ടായില്ല. നോക്കുമ്പോൾ ഓരോ കുട്ടികളൊപ്പം ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇപ്പം 3-4 വർഷമായിട്ട് ഇപ്പോൾ കളിക്കാതെ അല്ലെങ്കിലും രാവിലെ ബീച്ചിൽ പാരൻസിനോട് അവരെ കാരണം ഒരു ഷമീലും നല്ലൊരു പ്ലെയറാണ്. അവൻ്റെ ഭാര്യൻ്റെ ഉമ്മയുടെ സഹോദരനാണ്. അവൻ്റെ കൂടെയും ഉപ്പാൻ്റെ കൂടെയെല്ലാം ബീച്ചിലേക്ക് കളിക്കാൻ വരുന്നുണ്ട്. ഏതായാലും ആ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സന്തോഷമാണ് കണ്ടത്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.